വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ വന്ന് ദൈവവചനം കേൾക്കുവാനും നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തിന്റെ മുമ്പിൽ ഒന്ന് ശോധന ചെയ്യുവാനും ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ഒരാഴ്ച കാലം കൂടെ തന്റെ അദൃശ്യമായ കരങ്ങളിൽ തന്റെ കൃപയ്ക്കുള്ളിൽ നമ്മളെ കാത്തു പരിപാലിക്കുകയും ഓരോ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ഒരു വിശുദ്ധ ദിവസം കൊണ്ട് ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്നുവരെ നടത്തിയ ദൈവം തമ്പുരാൻ തുടർന്നും നമ്മളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എസെക്കിയേലിന്റെ പുസ്തകം 36-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ ദൈവത്തിന്റെ ആത്മാവ് രൂപാന്തരപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ വളരെ സവിസ്തരം കഴിഞ്ഞ ചില ദൂതുകളിൽ ഒന്നിച്ച് ചിന്തിക്കുകയുണ്ടായി. കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസമായ ഒരു ഹൃദയം നൽകി ദൈവാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി ദൈവത്തിന്റെ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും നമ്മളെ നടക്കുമാറാക്കുന്ന It was talking about a transformation that would take in our own lives. അത് ദൈവം തന്നെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചത്. രണ്ട് പദങ്ങളിൽ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വളരെ അടിസ്ഥാനമായി ചിന്തിക്കുവാനുണ്ട്. ഒന്ന് ഡെലിവറൻസ്, രണ്ട് റിഡംഷൻ. ഇന്ന് നമ്മൾ കളക്ട് വായിച്ചതിന്റെ അകത്തും നമ്മളെ വിമോചിക്കുന്നതിനെ കുറിച്ച്, പാപത്തിന്റെ പിടിയിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. യെസ്, റൈറ്റ്. വിമോചനം അല്ലെങ്കിൽ നമ്മളെ തന്നെ വിടുവിക്കുന്നത്, അത് ഡെലിവറിങ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് തന്നെയാണ്. ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ വിടുവിക്കപ്പെടുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ അസ്വാതന്ത്ര്യത്തിൽ നിന്ന്, പാരതന്ത്ര്യത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതാണ് വിടുതൽ എന്ന് പറയുന്നത്. എന്നാൽ റിഡംഷൻ എന്ന് പറയുന്നത് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത് രണ്ടുകൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ വിടുതൽ ലഭിക്കാതെ വീണ്ടെടുക്കുക വെച്ചാൽ അത് വളരെ അപകടം നിറഞ്ഞ ഒന്നാണ്. വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ അതായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചിന്തിച്ചാൽ ഒരു പക്ഷേ മുള്ളിന്റെ ഇടയിൽ പെട്ടുപോയ ഒരു മൃഗം അല്ലെങ്കിൽ ഒരു പക്ഷെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ചില മുള്ള് അതുപോലെ പൊക്കിയെടുത്തു കഴിഞ്ഞാൽ, അത് പിഴുതെടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് രക്ഷിക്കുവാനായിട്ട് സാധിക്കും, അതിനെ നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ആ സമയത്തും മുള്ള് അതിന്റെ കാലുകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആ മുള്ളിന്റെ പിടിയിൽ നിന്ന് അത് വിടുവിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ സ്വന്തമായിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി നമ്മൾ സ്വന്തമാക്കുന്നത്, പക്ഷെ വിടുവിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ വിടുതലോടുകൂടെയുള്ള വീണ്ടെടുപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് ഉള്ളത്. ആ വിടുതലാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നൽകുന്നത്. 24-ാമത്തെ വാക്യം മുതൽ ഏതാണ്ട് 28-ാമത്തെ വാക്യം വരെ വായിക്കുന്ന വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, വിടുതൽ ലഭിച്ച ദൈവത്തിന്റെ മക്കൾ ഈ വിടുതലിന് ശേഷമാണ് വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് ആധുനിക അല്ലെങ്കിൽ സമകാലീനമായ പല വിഷയങ്ങളും നമുക്കൊന്നിച്ച് ചിന്തിച്ചാലേ സാധിക്കത്തുള്ളൂ. എവിടെ നിന്നൊക്കെയാണ് വിടുതൽ ഉണ്ടാകേണ്ടുന്നത്? നമ്മളെ പ്രപഞ്ചവുമായി സൃഷ്ടിയുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ എവിടേക്കാണ് ഇന്ന് കുടുങ്ങി കിടക്കുന്നത്, പാരതന്ത്ര്യമായിരിക്കുന്നത്? അതിന് കാരണം എന്തു തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് ലോകത്ത് നടമാടുന്ന ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ബന്ധനത്തിന്റെ കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. നാം ഇന്ന് വളരെ ഭയപ്പെടുത്തുന്ന ഒരു ഭയാനകമായ ഒരു സാഹചര്യത്തിൽ നമ്മളായിരിക്കുന്നു. കൊറോണ വൈറസിന്റെ പിടിയിൽ ആകപ്പെട്ടിരിക്കുന്നു. കൊറോണ വൈറസ് മാത്രമല്ല, ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കിയാൽ ഒരു പക്ഷേ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് കേട്ടുകേഴ്വിയില്ലാത്ത എത്രയോ രോഗങ്ങളുടെ അവസ്ഥ, എത്രയോ പുതിയ പുതിയ രോഗങ്ങൾ, എത്ര കേട്ടിട്ടില്ലാത്ത എത്രയോ വൈറസിന്റെ പിടിയില് നമ്മളായി തീർന്നത്. കൊറോണ വൈറസ് പോലും നമ്മൾ പറയപ്പെടുന്നത് ചൈനയിലെ വുഹാനിലെ ഒരു ലാബില്
ബയോളജിക്കൽ വെപ്പൺ ഉണ്ടാക്കുവാനായിട്ടുള്ള ശ്രമത്തിൽ അതെങ്ങനെയോ ലീക്കായി അതാണ് ലോകം മുഴുവനും വ്യാപിച്ച് ഇത്രമാത്രം നാശനഷ്ടം ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ പത്രധാരണ വായിച്ചു മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു വൈറസ് ഉണ്ടാകുവാനും ഈ ഒരു നാശം ഉണ്ടാകുവാനും കാരണക്കാരൻ എവിടെയാ? റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനിലാണ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ മനുഷ്യന്റെ ചില വളരെ ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദോഷകരമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്ന് ഉടലെടുക്കുന്ന അതിന്റെ പരിണിത ഫലമായി വന്നിരിക്കുന്ന രോഗങ്ങളാണ് ഇന്ന് മനുഷ്യനെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പച്ചക്കറികൾ അത് മുഴുവനും മലിനപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് പച്ചക്കറികളിലും അതുപോലുള്ള മനുഷ്യന് ഉപയോഗിക്കുന്ന കായ്കനികളിലും ലാഭേച്ഛ കൊണ്ട് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഇഞ്ചക്ട് ചെയ്ത് കയറ്റി ആ വിഷമയമായിട്ടുള്ള പദാർത്ഥങ്ങൾ മനുഷ്യൻ കഴിച്ച് രോഗത്തിന് അടിമ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അത് എവിടെ നോക്കിയോ, മുളകുപൊടി നോക്കിയാൽ ഡാനിയൽ ചെറുമേലച്ചന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ മനസ്സിലേക്ക് വരിക. ചെറുമേലച്ചൻ പറഞ്ഞു, ഇന്ന് ഉപ്പില്ല, ഇന്ന് പഞ്ചസാരയിൽ പഞ്ചസാരയില്ല, മുളകിൽ മുളകില്ല, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. കാരണം അതിലൊക്കെ ഇന്ന് മായമാണ്. മുളകിന്റെ അകത്ത് ഇഷ്ടിക പൊടിച്ച് ചേർക്കുന്നു എന്നാ പറയപ്പെടുന്നത്. ഉപ്പിന്റെ അകത്ത് സോഡാപ്പൊടി ഇടുന്നു. അങ്ങനെ മായം എന്താ വന്നിരിക്കുന്നത്? മനുഷ്യന്റെ സ്വാർത്ഥത കൊണ്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടി മറ്റൊരുവൻ മരിച്ചാലും വേണ്ടില്ല, അവൻ എന്ത് രോഗമുണ്ടായാലും വേണ്ടില്ല, ഞാൻ നേടണം, എനിക്ക് നേടണം എന്നുള്ള ചിന്തയോടുകൂടെ സകലവും മലിനമാക്കി സകലവും മായം ചേർത്തതിന്റെ ഫലമായി. അപ്പൊ രോഗത്തിന്റെ പ്രധാനമായിട്ടുള്ള റൂട്ട് കോസ് നമ്മൾ ചെടി ചെന്നാൽ എവിടെയാ ചെല്ലുന്നതെന്നറിയാമോ? മനുഷ്യനിലേക്കാണ് ചെല്ലുന്നത്. മനുഷ്യന്റെ സ്വാർത്ഥതയിലേക്ക്, മനുഷ്യന്റെ ദുഷ്പ്രവൃത്തിയിലേക്ക്, ഒരു വിധത്തിൽ പറഞ്ഞാൽ മൃഗീയമായി പോയ മനുഷ്യന്റെ അവസ്ഥയിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഈ അടുത്ത സമയത്ത് നടന്ന കൊലപാതകങ്ങളെ കുറിച്ച്, റൈറ്റ്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ അമേരിക്കയുടെ ചുറ്റുപാടിൽ ഇന്ന് ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത് ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകമാണ്. അതിന്റെ റൂട്ട് കോസ് എവിടെയാ? ഒരു മനുഷ്യന്റെ വർഗവിദ്വേഷമോ അല്ലെങ്കിൽ അവന്റെ കോപം കൊണ്ടോ അവന്റെ പക കൊണ്ടോ ഒരു മനുഷ്യനെ നിർദ്ദയം മൃഗീയമായി കൊല്ലുവാനായിട്ട് അവന് ഒരു മടിയുമില്ല. പരിണിത ഫലം എന്താ വേണ്ടത്? ഒരു രാജ്യം മുഴുവനും കത്തുവാൻ, ഒരു ജനത മുഴുവനും അജിറ്റേറ്റ് ചെയ്യുവാനായിട്ട്. പ്രശ്നങ്ങളുടെ കാരണം എവിടെയാ ചെല്ലുന്നത്? മനുഷ്യനിലേക്കാണ് ചെല്ലുന്നത്. കേരളത്തിന്റെ അവസ്ഥയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീ, ഉത്ര എന്ന് പറയുന്ന ഒരു സഹോദരി, സ്വന്തം ഭർത്താവ് തന്നെ പാമ്പിനെ പിടിച്ചുകൊണ്ടുവന്ന് പാമ്പിനെ വിട്ട് കടിപ്പിച്ചു കൊന്നു. എന്തിനു വേണ്ടിയാ? സ്വത്തിനു വേണ്ടിയാ. മനുഷ്യന്റെ ദ്രവ്യാഗ്രഹമാണ് അതിന് കാരണമായി തീർന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്ന് പഠിച്ചു നോക്കിയാൽ, ഇന്ന് നടക്കുന്ന സമകാലീനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നോക്കിയാൽ എവിടെയാണ് അതിന്റെ റൂട്ട് കോസ് ആയിട്ട്, അതിന്റെ മൂല കാരണമായിട്ട് നമുക്ക് ചെന്നെത്തുവാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയിലേക്ക് തന്നെയാണ്. നിന്റെ ദുഷിച്ച മൃഗീയമായ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീകമായ ഭാഷയിൽ പറഞ്ഞാൽ ദൈവമില്ലാത്ത അവസ്ഥയിൽ നീ മാനസികമായി നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിന്റെ മനോഭാവങ്ങളിലും ചിന്തകളിലും തീരുമാനങ്ങളിലുമാണ് ഈ സൃഷ്ടി ഇന്ന് തേങ്ങുന്നത്, ഞരങ്ങുന്നത്. ഇതിനൊരു വിടുതൽ ഉണ്ടാകുവാനായിട്ട് നാം എക്കോളജിയെ കുറിച്ച് പറഞ്ഞാണല്ലോ തുടങ്ങിയത്. നമുക്കറിയാം, നമ്മുടെ നല്ല വളരെ പ്ലസന്റ് ആയിട്ടൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ആവശ്യമായ മഴയും ആവശ്യമായ ചൂടും ആവശ്യമായ തണുപ്പുമൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. പക്ഷെ കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി പ്രളയം നമ്മുടെ രാജ്യത്തെ ഗ്രസിച്ച് അനേക ആയിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 2020
ഒരു മഹാപ്രളയം ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അത് പ്രവചിച്ചിരിക്കുകയാണ് അത് സംഭവിക്കുമെന്ന്. എന്താ കാരണം? ദൈവം തമ്പുരാൻ വളരെ സന്തുലിതമായി സൃഷ്ടിച്ച ഭൂമിയുടെ ഘടന, മല വേണ്ടടുത്ത് മലയും കാട് വേണ്ടടുത്ത് കാടും പുഴ വേണ്ടടുത്ത് പുഴയും ഒക്കെയായി മനുഷ്യന് ജീവിക്കുവാൻ സന്തുലിതമായിട്ടുള്ള ഒരു ഭൂമിയെ സൃഷ്ടിച്ച് ആ ഭൂമിയിൽ എന്തെല്ലാം മനുഷ്യന് നന്മയ്ക്കായിട്ട് അവന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്തിനായിട്ട് വേണമോ അതെല്ലാം അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് പാറക്കെട്ടുകളും മലയും കുന്നുകളും പുഴ എല്ലാം സൃഷ്ടിച്ച് അവിടെ മനുഷ്യനെയാക്കി. പക്ഷെ അവിടെയും മനുഷ്യൻ അവന്റെ സ്വാർത്ഥതയില് മലയിടിച്ച് തുരന്നു, പാറക്കെട്ടുകൾ പൊട്ടിച്ചു, പുഴകൾ വറ്റിച്ചു എന്ന് മാത്രമല്ല ആ പുഴകൾ നിരത്തി ഭൂമിയാക്കി. എന്നാ സംഭവിക്കുന്നത്? പരിണിത ഫലമായി ഭൂമിയുടെ ട്രാങ്കുലിറ്റി നഷ്ടപ്പെട്ടു, ആ സന്തുലിതം നഷ്ടപ്പെട്ടു. പ്രകൃതിക്ഷോഭം കേരളത്തെ ഗ്രസിക്കുവാനായിട്ട് തുടങ്ങി. ആരാ കാരണം? മനുഷ്യന. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രപഞ്ചം സൃഷ്ടി ഒരു വിടുതലിനായിട്ട് കാക്ഷിക്കുന്നു എന്നുള്ള വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വിടുതൽ എവിടെയാ ഉണ്ടാകേണ്ടതെന്ന് അറിയാമോ? പ്രൈമറിലി മനുഷ്യനില്ല ഉണ്ടാകേണ്ടത്. മനുഷ്യൻ എന്ന ഒരാള് രൂപാന്തരപ്പെട്ടു കഴിഞ്ഞാൽ, അവൻ വിടുവിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അവൻ വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനിൽ കൂടെ ഈ പ്രപഞ്ചം മുഴുവനും വീണ്ടെടുക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആർക്കാണ് മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയുന്നത്? അവന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയുന്നത് ഒന്നാണോ? മനുഷ്യന്റെ ഹൃദയം. യെരമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രവാചകൻ പറയുന്നു, ഹൃദയം സകലത്തിലും എല്ലാറ്റിലും കാഠിന്യമേറിയതാ, അത് ആർക്ക് ആരാന്ന് അറിയാം. മനുഷ്യ, നിന്റെ മാനുഷിക സ്വഭാവത്തിൽ നിന്റെ പ്രവൃത്തിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ ഇരിക്കുമ്പോഴാണ് വേദപുസ്തകം നിനക്കൊരു രക്ഷാമാർഗം പറഞ്ഞു തരുന്നത്. സുവിശേഷത്തിന്റെ ശക്തി അവിടെയാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. യേശു കർത്താവിന്റെ പാപപരിഹാരത്തിന്റെ ശക്തി അവിടെയാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. വിടുവിക്കുന്ന ഒരു മനുഷ്യൻ, പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു മനുഷ്യൻ. ആ ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ഒക്കെ വിടുതൽ വരുന്നത്. മനുഷ്യൻ അവന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ, അവന്റെ പാപം അവന് മോചിക്കപ്പെടുമ്പോൾ, കല്ലായുള്ള ഹൃദയം മാറി ദൈവം ആത്മാവിനാൽ മാംസമായൊരു ഹൃദയം അവന് ലഭിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രക്ഷയുടെ സന്ദേശം, ആ രക്ഷയുടെ പരിണിത ഫലങ്ങൾ ഈ മേഖലകളിലേക്കെല്ലാം പകർന്നു ചെല്ലും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മനുഷ്യൻ, നീ വീണ്ടെടുക്കപ്പെടുമ്പോൾ പ്രപഞ്ചം വീണ്ടെടുക്കപ്പെടും എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എസ്രയേലിന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ദൈവതമ്പുരാൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേലെ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൽ നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിലെ ദുർമാർഗങ്ങളെ, നന്നല്ലാത്ത പ്രവൃത്തിയെ ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛത നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. അങ്ങനെ ദൈവം തമ്പുരാൻ നമ്മൾ താഴോട്ട് എനിക്ക് വായിക്കുവാനായിട്ട് സമയമില്ലല്ലോ. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. 34-ാമത്തെ വാക്യത്തില്, ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെ ആയിരിക്കുന്നുവല്ലോ. 36-ാമത്തെ വാക്യത്തിന്റെ അവസാനം പറയുന്നു, ഞാൻ അത് നിവർത്തിക്കും. അവൻ ഭൂമി വീണ്ടും റെസ്റ്റോർ ചെയ്യപ്പെടുന്ന, വീണ്ടും യഥാസ്ഥാനപ്പെടുന്ന, വീണ്ടും ഫലം കായ്ക്കുന്ന, വൃക്ഷലതാദികൾ പൂത്തുലയുന്ന, പന്തലിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് ദൈവം പറയുക. എപ്പോഴാണെന്നറിയാമോ? മനുഷ്യന്റെ മനസ്സിലെ മലിനതകൾ മാറിക്കഴിയുമ്പോൾ, മനുഷ്യന്റെ മനസ്സിലെ മ്ലേച്ഛതകളെ മാറ്റിക്കഴിയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അത് മനുഷ്യന്റെ ഹൃദയത്തിൽ ചെയ്തു കഴിയുമ്പോൾ, ദൈവം തമ്പുരാൻ
മനുഷ്യനോട് കരുണ തോന്നുന്നതോടൊപ്പം മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ പ്രകൃതിയെയും കായ്ഫലങ്ങളെയും ഒരുക്കി കൊടുക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ വിടുതൽ എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടുന്നത്? വിടുതൽ മനുഷ്യനിൽ നിന്ന് ഉണ്ടാകണം. മനുഷ്യനിൽ നിന്ന് വിടുതൽ ഉണ്ടാകുമ്പോഴാണ് പ്രപഞ്ചത്തിന് വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയാകുന്നത്. രണ്ടാം പാഠമായിട്ട് വായിച്ച റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ വളരെ വ്യക്തമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള പൗലോസിന്റെ വാക്കുകൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസ് അതിന്റെ 8:13 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിന്റെ മക്കളാ. അബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചിരിക്കുന്നത് എന്ന് പറയുക. അപ്പോ ഈ ഒരു രൂപാന്തരത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നു, ഈ ഒരു വിടുതലിന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നു. നീ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നീ മരിക്കും. നിന്നോടുകൂടെ ഈ സൃഷ്ടിയും പ്രപഞ്ചവും ഒക്കെ ഇല്ലാതാകും. എന്നാൽ നീ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ നീ ദൈവത്തിന്റെ മക്കളാകും. അബ്ബാപിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ജീവിക്കും. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലേ മതിയാവും. സ്നേഹിത, വളരെ വ്യക്തമായി പൗലോസ് പറയുന്നു, ആത്മാവിനാൽ ജീവിക്കുന്ന, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിന്റെ അവസ്ഥാന്തരത്തിലേക്ക് നീ വന്നു ചേരുമ്പോഴാണ് നിന്റെ ജീവിതത്തിന് വിടുതൽ ലഭിക്കുന്നത് എന്ന് പറയുന്നു. നമ്മൾ ആദ്യം ചിന്തിച്ചത് വിടുതൽ ലഭിക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ വിടുതലിന് ആധാരമായിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യന്റെ വിടുതൽ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദൈവാത്മാവിനാലെ അനുസരിച്ച് നടക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ വചനം കേൾക്കുന്നവരാണ്. എത്രയോ വചനങ്ങൾ, എന്തുവേണ്ടി വചനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ വചനം കേട്ട് നമ്മൾ അഭിപ്രായം പറയുന്നവരാ, കൊള്ളാവുന്നവരാ, നല്ലതാ, അയ്യോ നല്ല പ്രസംഗമായിരുന്നു, നല്ല. പക്ഷെ എന്തേ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടാത്തത്? എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ പാറപ്പുറത്ത് വീണ വിത്ത് പോലെയോ മുള്ളിന്റെ ഇടയിൽ വീണ വിത്ത് പോലെയോ ഞെരങ്ങി നശിച്ച് ഫലം കായ്ക്കാതെ പോകുന്ന അവസ്ഥയില് എന്നാ സംഭവിക്കുന്നു? നാം വീണ്ടും ജഡത്തിന്റെ അനുഭവത്തിൽ തന്നെ ജീവിക്കുകയാണ്. ദുഷ്ട അനുഭവത്തിൽ, ദുഷ്ടഭാവത്തിൽ, ദുഷ്ട സ്വഭാവത്തിൽ തന്നെ ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്വഭാവം ഈ പ്രപഞ്ചത്തിന് വിടുതലിന് മുഖാന്തരമായി തീരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളില് പരിവർത്തിക്കുവാൻ നീ അനുവദിച്ചാൽ, കേൾക്കുന്ന വചനത്താൽ ആ വചനം നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്തുകൊണ്ട് ആ വചനം നിന്റെ ജീവിതത്തിൽ ഫലം കായ്പാനായിട്ട് ഇടയായാൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തില് രൂപാന്തരം ഉണ്ടാകും. അപ്പോൾ രൂപാന്തരം ക്രിസ്തുവിൽ കൂടെയാണ് ലഭിക്കുന്നത്. രൂപാന്തരം ക്രിസ്തുവിന്റെ ആത്മാവിൽ കൂടെയാണ് ലഭിക്കുന്നത്. പൗലോസ് വളരെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ ആർക്കും ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് ഏറ്റുപറയുവാനായിട്ട് കഴിയത്തില്ല. ഇന്ന് സ്നേഹിത, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കള്, ഈ ഒരു ചിന്ത കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ദൈവാത്മാവ് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച വേദഭാഗങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും തരുന്നത്. ആത്മാവിനാൽ ജീവിക്കുവാൻ തക്കവണ്ണം, ആത്മീകമായ രൂപാന്തരത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ നീ അവസരം കൊടുക്കുന്നുണ്ടോ? അതോ വെറുതെ കേട്ട് കൊള്ളാം, നല്ലത് എന്ന അഭിപ്രായം പറഞ്ഞിട്ട് പോവുക മാത്രമാണ്? ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിൽ കൂടെ നിന്റെ ജീവിതത്തിന്റെ കുറവുകളെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അത് കർത്താവിന്റെ ക്രൂശിന്റെ പാദപീഠത്തിൽ വെച്ചുകൊണ്ട് ആത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് വിടുതലിനും കാന്തരമായി തീരുവാനായിട്ട്
നിനക്ക് സാധിക്കുമോ? മനുഷ്യനാണ് സകല പാരതന്ത്രത്തിന്റെയും മുഖ്യ കാരണം. മനുഷ്യന്റെ ദുഷ്ടതയാണ് സകലത്തിന്റെയും മൂല കാരണം. മനുഷ്യൻ രൂപാന്തരപ്പെടുമ്പോൾ പ്രപഞ്ചം വിടുവിക്കപ്പെടും. പ്രപഞ്ചം വിടുവിക്കപ്പെടുമ്പോൾ അത് മനുഷ്യനായി വീണ്ടെടുക്കപ്പെടും. ആ മനുഷ്യന്റെ രൂപാന്തരം ദൈവത്തിന്റെ ആത്മാവിനാലാണ് സംഭവിക്കുന്നത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുക. നമ്മൾ വായിച്ച സുവിശേഷം ഏത് ഭാഗം? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19 പോലുള്ള വാക്യങ്ങള് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാ. വീണ്ടും ഇതിനോട് ചേർത്ത് ഒരു വാക്ക് ഞാൻ ചേർത്ത് അവസാനിപ്പിക്കുകയാണ്. ഭീരുക്കളായി, ഭയവിഹുലരായി, തങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മുറിക്കകത്ത് കയറി അടച്ചുപൂട്ടിയിരിക്കുന്ന ശിഷ്യന്മാരാണ്. അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയോ എന്ന് അവര് ഓർത്ത് പരിതപിച്ചുകൊണ്ടിരിക്കുക. ഈ കർത്താവിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ ഒരവസ്ഥ വന്നു പോയത്. വലയും എടുത്തുകൊണ്ട് വള്ളവും എടുത്തുകൊണ്ട് അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ക്രിസ്തുവിനോടുകൂടെ ഇറങ്ങിത്തിരിച്ചത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പറ്റിയതെന്ന് ഓർത്ത് പരിതപിച്ചുകൊണ്ട് നാളെ റോമൻ പടയാളികള് തങ്ങളെയും പിടിച്ചു കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാര്. ആ ശിഷ്യന്മാരുടെ നടുവിലേക്ക് കർത്താവ് ചെന്ന് പറഞ്ഞതും വ്യത്യസ്തമായിട്ടില്ല. അവരെ ശക്തീകരിക്കുന്ന ആത്മാവിനെ അവർക്ക് പകർന്നു കൊടുക്കുക. ബലഹീനരായ ഭീരുക്കളായ ആ ശിഷ്യന്മാരെ ലോകത്തിന്റെ കോണുകളിൽ കർത്താവിന്റെ വലിയ സുവിശേഷത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ അവരെ രൂപാന്തരപ്പെടുത്തിയതോ ഈ ദൈവാത്മാവാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ വരുമ്പോ പെന്തക്കോസ്ത് നാളിൽ നമ്മളത് പഠിച്ചത് തന്നെയാണ്. 120 പേര് അടച്ചുപൂട്ടിയിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവെന്ന വാഗ്ദത്തം അവരുടെ മേൽ വന്നു. ആ ആത്മാവ് അവരെ ശക്തീകരിച്ചു. ആത്മാവ് അവരെ ശക്തീകരിച്ചെന്ന് മാത്രമല്ല, അവർക്ക് പുതിയ ദർശനം നൽകുകയാണ്. പുതിയ ദർശനം നൽകുക. എഴുന്നേറ്റ് നിന്ന് സുവിശേഷത്തിന് വേണ്ടി ധൈര്യമായിട്ട് നിൽക്കുവാൻ, ഓരോ പ്രതിസന്ധികളെയും ഭയക്കാതെ, ഒരു പ്രശ്നങ്ങളെയും ഭയക്കാതെ, എന്തു വന്നാലും പട്ടിണിയോ പരിവട്ടമോ തണവോ എന്തു വന്നാലും അത് സഹിച്ചുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ അവരെ പ്രാപ്തിപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, ഈ പരിശുദ്ധാത്മാവിന്റെ രൂപാന്തരമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ പ്രപഞ്ചത്തിന്റെ വീണ്ടെടുപ്പ് നിന്റെയും എന്റെയും കയ്യില്ല. ഈ സൃഷ്ടിയുടെ വീണ്ടെടുപ്പ് നിന്റെയും എന്റെയും കയ്യില്ല. അത് നിന്റെയും എന്റെയും ജീവിതത്തിന്റെ രൂപാന്തരത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പുതിയ ദർശനം നൽകട്ടെ, പുതിയ ശക്തി നൽകട്ടെ. നാം മുഖാന്തരം ഈ ലോകം വീണ്ടെടുക്കപ്പെടുവാൻ, സമാധാനത്തിന്റെ ഒരവസ്ഥയിലേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കും.